ആർച്ച് ബിഷപ്പ് ഇനി ഇടവകയുടെ അസിസ്റ്റന്റ് വികാരി. കൽക്കട്ട അതിരൂപതയുടെ ഭരണത്തിൽ നിന്ന് വിരമിച്ച ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസയാണ് ഇടവക അസിസ്റ്റന്റ് വികാരിയായി സേവനം അനുഷ്ഠിക്കാനുള്ള തന്റെ തീരുമാനം അറിയിച്ചത്. 2012 ഫെബ്രുവരി 23 മുതൽ ഇന്നുവരെ അതിരൂപത അധ്യക്ഷനായിരുന്നു ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ. വിരമിക്കൽ പ്രായം പൂർത്തിയാക്കിയ ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസയുടെ രാജി ലയോ 14 മാർപ്പാപ്പ സ്വീകരിച്ചതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആർച്ച് ബിഷപ്പ് ഏലിയാസ് ഫ്രാങ്ക് ചുമതലയേറ്റു. കൽക്കട്ട അതിരൂപതയുടെ 10ാമത്തെ അധ്യക്ഷനാണ് പുതിയ ആർച്ച് ബിഷപ്പ് ഏലിയാസ് ഫ്രാങ്ക്. അതിരൂപതയിലെ വൈദികർക്കും സന്യാസിമാർക്കും വിശ്വാസികൾക്കും അയച്ച സന്ദേശത്തിലാണ് ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ ബരാസത്തിലെ ഔർ ലേഡി ഓഫ് ലൂർദ് ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുമെന്ന കാര്യം അറിയിച്ചത്. ഇടവകയിലെ വൈദിക മന്ദിരത്തിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ മാസം 29 മുതലാണ് ആർച്ച് ബിഷപ്പ് അസിസ്റ്റന്റ് വികാരിയാകുക. ചുമതലയേൽക്കുന്നതിന് തലേദിവസം സെപ്റ്റംബർ 28 രാവിലെ കൊൽക്കത്തയിലെ മോസ്റ്റ് ഹോളി റോസറി കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസയുടെ ആഘോഷമായ നന്ദി പ്രകടന ദിവ്യബലി അതിരൂപത നിശ്ചയിച്ചിട്ടുണ്ട്. പുതിയ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഏലിയാസ് ഫ്രാങ്കും ഇന്ത്യയിലെ അപ്പസ്തോലിക് നൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലെയോപോൾഡോ ജിറേലിയും മറ്റു ബിഷപ്പുമാരും ദിവ്യബലിക്ക് നേതൃത്വം നൽകും. 1950 ഓഗസ്റ്റ് 26 കർണാടകയിലെ മംഗലാപുരം രൂപതയിലെ ആയപ്പാടിയിലാണ് ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മിഷൻ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം 1966 ഡാർജിലിംഗ് രൂപതയിലേക്ക് താമസം മാറി. 1977 ഏപ്രിൽ 16 പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. 1994 ബിഷപ്പ് എറിക് ബെഞ്ചമിൻ മരിച്ചതിനെ തുടർന്ന് 1997 വരെ ഡാർജിലിംഗ് രൂപത അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു. 1997 ജൂൺ 14 പുതുതായി നിലവിൽ വന്ന ബാഗ്ഡോഗ്ര രൂപതയുടെ ആദ്യ ബിഷപ്പായി നിയമിതനായി. 1998 ജനുവരി 25 ബിഷപ്പായി ചുമതലയേറ്റു. 2011 മാർച്ച് 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ ബിഷപ്പ് തോമസ് ഡിസൂസയെ കൊൽക്കത്തയിലെ കോ അഡ്ജൂട്ടർ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. 2012 ഫെബ്രുവരി 23 ആർച്ച് ബിഷപ്പ് ലൂക്കാസ് സിർക്കറിന്റെ പിൻഗാമിയായി. കൊൽക്കത്ത അതിരൂപതയെ നയിച്ചതിനു പുറമെ ആർച്ച് ബിഷപ്പ് തോമസ് ഡിസൂസ 2019 ഏപ്രിൽ മുതൽ 2022 ജൂലൈ വരെ കൃഷ്ണനഗറിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായും സേവനമനുഷ്ഠിച്ചിരുന്നു.